ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റാണ കൊച്ചിലോട്ട് പോകുന്ന വഴിയിലാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ റൂം എടുത്തു. അവിടുന്ന് രാവിലെ നമ്മൾ നോക്കിയപ്പം ഇവിടെ ഭുജ് എന്ന് പറയുന്ന മെയിൻ ഒരു സിറ്റിയാണ്. അവിടെ നമുക്ക് കാണാനുള്ള 2 സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടോട്ട് വന്നതാണ്. അപ്പം ഒരെണ്ണം അതിതാണ്. ഇതിൻ്റെ പേര് വന്നിട്ട് ഐനാമഹൽ. ഇത് ഐനാമഹൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് തൊട്ടടുത്ത് തന്നെയാണ് ഇതേപോലെ തന്നെ വേറൊരു സ്ഥലം കൂടെ ഉണ്ട്. അപ്പം ടിക്കറ്റൊക്കെ ഒന്ന് തന്നെയാണ്. ഒരാൾക്ക് 70 രൂപ വെച്ച്. റിച്ചുവിന് ഫുൾ ടിക്കറ്റ് ആട്ടോ. 5 വയസ്സ് തൊട്ട് 7 വരെ ഉള്ളൂ ഹാഫ് ടിക്കറ്റ്. അപ്പം ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ അകത്തോട്ട് പോവാണ്. ടിക്കറ്റൊക്കെ എടുത്തു. കാർ പാർക്കിങ്ങിന് ടിക്കറ്റ് ഉണ്ടല്ലേ. 4 വീലറിന് 50 രൂപയാണ് ഇവിടെ ടിക്കറ്റ് ചാർജ്. ഇതാണ് ഇവിടെ കുറേ കടകളുണ്ട്. നമ്മൾ അകത്ത് കയറുന്നതിന് മുന്നേ റിച്ചുവിന് കടയിലൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ നോക്കണമെന്ന് പറഞ്ഞാൽ ആദ്യമേ അത് നോക്കാനാ പോകുന്നത്. ചീവള വേണോ? വേറെ നോക്ക്. 20 rupees. 50. ഐനാമഹൽ. പണിയൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ വിസിറ്റിംഗ് ടൈം പ്രഗാമഹലാണ് ഇത്. മറ്റ് ഐനാമഹൽ. പ്രഗാമഹൽ 9 മണി തൊട്ട് 6 മണി വരെയാണ്. നമ്മളപ്പോൾ പ്രാഗ്മഹലിൻ്റെ അകത്തേക്ക് കയറി. ഇത് കാണിക്ക. ഇതെന്തുവാ? പോ ആണോ? സ്റ്റഫ് ചെയ്ത് വെച്ചേക്കും. നോക്കാം. ഇവിടെ ചെവിയൊക്കെ ഉണ്ടോ? ഒറിജിനൽ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കും. സിംഹത്തിന്റെ ഇതാണ് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കും. ഇത് എന്തു പറഞ്ഞ? ആൺസിംഹം. ഒറിജിനൽ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കും. ആണോ? പിന്നെ നഖമൊക്കെ ഉണ്ടല്ലോ. കൊള്ള എന്തായാലും. ഇത്രേ ഉള്ളടി. നമ്മൾ കണ്ടിട്ട് വെളിയിലിറങ്ങി. ഇതിൻ്റെ അകത്ത് തന്നെ ഡ്രസ് ഷോപ്പ് ഉണ്ട്, ഫുഡ് കോർട്ട് ഉണ്ട്, ഐസ്ക്രീം പാർലർ ഉണ്ട്. ഇനിയിപ്പോ നമ്മള് നേരെ റാണ കൊച്ചിലോട്ട് പോകണം. ഇവിടെ 111 കിലോമീറ്റർ ഉണ്ട്. 2 മണിക്കൂർ. ലോറികളാ. ഇവിടുന്ന് അഹമ്മദാബാദിന് 358 കിലോമീറ്റർ. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ 57 കിലോമീറ്റർ. സ്ഥലത്തിന്റെ പേര് ദോലാവാരിയ. സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന റോഡ്. അപ്പുറം ഇപ്പുറവും ചെറിയ ചെറിയ മരങ്ങൾ മാത്രമേ ഉള്ളൂ. വിജനമായ പ്രദേശം. ഭയങ്കര ചൂടാ. വെളിയിറങ്ങി നിൽക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ചൂടാ. കടകളൊന്നുമില്ല. നമ്മളിങ്ങനെ ഹോട്ടല് ഫുഡും കഴിക്കാൻ പറ്റിയില്ല. ഇവിടെ 39 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ ഫുഡൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ നമുക്കതൊന്ന് കുക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇല്ല. ഇറങ്ങി നിൽക്കാനേ അത്രയ്ക്ക് വെയിലാ. ചെറിയ വീടുകളൊക്കെ ഉണ്ട്. ആടുകളൊക്കെ ഉണ്ട്. ഒരു പയ്യൻ വന്ന് ഒക്കെ ഹോട്ടലാക്കുക. ഇവിടെ കയറി കഴിക്കാൻ. ഇവിടെ എല്ലാം കാണും. നടന്നു പോണോ? പറ്റാത്തത്ര ചൂടാ. ഇത്രയും ദിവസം മഴയായിരുന്നു. ഇപ്പോൾ വെയിലായി. നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടോന്ന്. നിങ്ങൾക്കിവിടെ സൺസ്ക്രീൻ ഇടാണെങ്കിൽ നിങ്ങൾ കരിയും. അത്ര വെയിലാണ്.
നല്ല ചൂടാണ് ഇവിടെ. ഞാൻ ഓർഡർ ചെയ്ത സാധനം കേട്ടോ, ഡാലും റൈസും കൂടെ ഉള്ള നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മിക്സ് ആയിട്ടോ വരുന്നത്. ഞാൻ ഓർഡർ ചെയ്ത വെജ് ബിരിയാണി കൊള്ളാവോ? അടിപൊളിയാണോ? എനിക്കുണ്ട്. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത വെജിറ്റബിൾ ബിരിയാണി. ചുട്ട പപ്പടം ഉണ്ട്. ചുട്ട പപ്പടവും വെജിറ്റബിൾ ബിരിയാണി. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. വെജിറ്റേറിയൻ ഫുഡായാലും അടിപൊളിയായിരുന്നു. വെറൈറ്റി 560 രൂപ തൃപ്തിയായിട്ട് കഴിച്ചു. ഇഷ്ടപ്പെട്ടു. ഇവരൊന്നും വെജിറ്റേറിയൻ അങ്ങനെ കഴിക്കുന്നതല്ല, പക്ഷെ എല്ലാം ഇഷ്ടപ്പെട്ടു. വെജ് ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ റൈസും ഡാലും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു റൈസ് വേറെ ഡാല് വേറെ അങ്ങനെ ആയിരിക്കും തരുന്നത്. പക്ഷെ അത് സൂപ്പർ ആയിരുന്നു കേട്ടോ, അടിപൊളി. പിന്നെ ഇത് ഇനി വേറെ അടിപൊളി ഒരു കാഴ്ച കാണിച്ചു തരാം. വൈറ്റ് ഡിസേർട്ടിൽ എത്തിയിരിക്കുകയാണ് നമ്മള്. റാൺ ഓഫ് കച്ചില് അപ്പുറം ഇപ്പുറം ഫുൾ ഉപ്പ് പാടമാണ്. പക്ഷെ ഇപ്പൊ അല്ല, ഉപ്പുണ്ട്. ലാസ്റ്റ് സ്റ്റേജ് ആണ്. ഇപ്പൊ നല്ല ഇത് ഉണക്ക് സമയം ഇവിടെ, അതുകൊണ്ട് കുറവാണ്. സീസൺ അല്ല. ഇനിയിപ്പോ ഡിസംബർ ഒക്കെ കഴിയുമെന്ന് പറഞ്ഞു. പക്ഷെ വൈറ്റ് ദൂരോട്ട് നോക്കുമ്പോ ഫുള്ള് വൈറ്റാ. അതൊക്കെ കാണിച്ചു കൊടുക്കും. കണ്ടോ, അടിപൊളിയല്ലേ കാണാൻ. അടിപൊളി സൂപ്പർ. പക്ഷെ ആ സീസണിലും ഇവിടെ ഫുള്ള് വൈറ്റ് ആയിരിക്കും. അപ്പുറം ഇപ്പുറം ഫുള്ള് വൈറ്റ് കച്ച് എന്നായി സ്ഥലത്തിൽ അറിയപ്പെടുന്നത്. ഇവിടെ ദൂരെ നോക്കുമ്പോഴേ നമുക്ക് ഈ ആകാശവും ഭൂമിയും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന പോലെ തോന്നും. മുട്ടിയില്ല, കാരണം ദൂരം അത്രയ്ക്ക് വൈറ്റ്, ഭയങ്കര വൈറ്റ്നെസ് ആണ് ഇവിടെ. ഇവിടെ പക്ഷെ ഉണ്ട് കേട്ടോ, ഇവിടെ ഫുള്ള് വൈറ്റ്നെസ് ആണ്. നല്ല അടിപൊളിയാണ്. കേരളത്തിനേക്കാൾ വലുതും ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ലയുമാണ് നമ്മുടെ ഗുജറാത്തിലെ കച്ച്. അടിപൊളിയാണ് ഫ്രണ്ട്സ്. ഇവിടെ നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ റാൺ ഓഫ് കച്ചിൽ വരണം. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. കണ്ണെത്താ ദൂരത്തുള്ള ഉപ്പുപാടം. അടിപൊളി. വ്യൂ പോയിന്റ് ഉണ്ടോ? നല്ല ഭംഗിയുണ്ട്. പിന്നെ സീസൺ അല്ലെന്ന് പറഞ്ഞത് അത് വേറെ ഇവിടെ വന്നില്ലെങ്കിൽ നഷ്ടമായി പോയത്. ഇന്ത്യയുടെ വെളുത്ത മരുഭൂമി എന്നാണ് നമ്മുടെ റാൺ ഓഫ് കച്ചിനെ അറിയപ്പെടുന്നത്. ഈ വെയിലത്ത് നിൽക്കുന്നുണ്ട് പാവം പൊടി കുഞ്ഞിനെ കൊണ്ട് അല്ലേ. ഞങ്ങളിവിടെ വേറൊരു എന്ത് രസമായിട്ട് കാണാൻ. അവിടെ കുറച്ച് ദൂരം വന്നപ്പോ ആ ഉപ്പിന്റെ ഇതൊക്കെ അങ്ങ് മാറി തുടങ്ങുന്നില്ലയോ. നല്ല റോഡ് കഴിഞ്ഞല്ലേ? ഉപ്പുപാടം കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മള് എല്ലാം ഉണ്ടോ തോന്നുന്നു കേട്ടോ. ആ ഉണ്ട്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞെന്നു. കഴിഞ്ഞില്ല, അവിടെ ഉണ്ട്. അവിടെ ഇച്ചിരി കൂടെ വൈറ്റ് ഉണ്ട് കേട്ടോ. വെള്ളം അപ്പൊ ഇത് കടലായിരുന്നു പണ്ട്. കടലിൽ കയറിയ സ്ഥലമല്ലേ. അതിൽ ഈ ഉണക്കത്തോടെ വെള്ളം, മഴയാകുമ്പോ വെള്ളം കയറും ഫുള്ള്. ഉണക്കാവുമ്പോ ചിലത് പറ്റിയിട്ടില്ല. ഇവിടെ ഒക്കെ കണ്ടോ ദൊലാവിര 4 കിലോമീറ്റർ. ഇനിയിപ്പോ ഞങ്ങള് ജയ്സൽമേറിലോട്ട് പോവാണ്. ഭയങ്കര പൊടിക്കാറ്റും ഒക്കെയാണ്. അപ്പൊ നിങ്ങള് പതുക്കെ ഇനി പോകണം. എന്താന്ന് അറിയത്തില്ല. പോകുന്ന വഴിയിൽ ഭയങ്കര ഒരു വല്ലാത്തൊരു ഇതാണ്. നമ്മൾ കാണിച്ചെടുത്ത് ഫുള്ള് ക്ലാസ് ആണ് കേട്ടോ. ഭയങ്കര കാറ്റാണ് ഫ്രണ്ട്സ്. ഇപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ജയ്സൽമേറിലോട്ടാണ്. നല്ല അടിപൊളി കാഴ്ചകൾ. ഇവിടുത്തെ വീടൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് നിർമ്മിച്ചേക്കുന്നത്. കല്ല് കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത്. നമ്മുടെ അവിടുത്തെ കൂട്ട് തേച്ച് പെയിന്റടിയും പരിപാടിയൊന്നും ഇല്ല. ജസ്റ്റ് കെട്ടുക, അവിടെ താമസിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ കണ്ട അങ്ങനത്തെ വീടുകൾ ഒരുപാട് കാണാം. ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രത്യേക രീതികളാണ്. നമ്മുടെ കടകളിലൊക്കെ പോയാൽ തന്നെ നമ്മള് വേറൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത്, കേരളത്തിൽ നിന്ന് വന്നതെന്ന് അറിഞ്ഞപ്പോഴത്തേനും അവർക്ക് ഭയങ്കര സ്നേഹമാണ്. അവര് പൈസ വാങ്ങുന്നതിലാന്നേലും സാധനത്തിന്റെ വില പറയുന്നതിലാന്നേലും ഒരു പ്രത്യേക സ്നേഹമാണ് നമ്മുടെ ഈ രാജസ്ഥാനിൽ വന്നപ്പോൾ. പിന്നെ ഗുജറാത്തിലും നമ്മൾ പറയുന്ന പോലുള്ള വലിയ ഇതൊന്നും ഇല്ല കേട്ടോ. നല്ല ആളുകളാണ്. നമ്മൾ കണ്ടതിലെല്ലാം നല്ല ആളുകളായിരുന്നു. നമ്മൾ വഴി ചോദിക്കുന്നത് വീടുകള്. അങ്ങനെ ഞങ്ങൾക്കൊരു സമ്മാനം കിട്ടി. 1000 രൂപ പറ്റി. നമ്മുടെ അടുത്തുള്ള വണ്ടി കിടപ്പുണ്ടായിരുന്നു. നമ്മൾ 110 സ്പീഡില്, നല്ല അടിപൊളി റോഡായിരുന്നു.
ഒഴിഞ്ഞ റോഡാണ്ട് നമ്മള് വിട്ടിങ് വന്നു. 5 മിനിറ്റ് ഞാൻ വണ്ടി അടുത്ത് വന്നപ്പോ കണ്ടു. പിന്നെ എനിക്കറിയാൻ വരുമെന്ന്. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോ മെസ്സേജ് വന്നു 1000 രൂപ പോയി കിട്ടി. എനിക്ക് ഇതുപോലെ ഒരു വെട്ടി കിട്ടി. സീറ്റ് ബെൽറ്റ് ഇടാത്തില്ല. അത് 200 രൂപ ഉള്ളായിരുന്നു കേട്ടോ. ഇവിടൊക്കെ നല്ല വെയില, മഴയില്ല. നമ്മൾ രാജസ്ഥാൻ എത്തിയിരിക്കുന്നു. ഇനി 40 കിലോമീറ്റർ കൂടെ ഉള്ളല്ലേ? രാജസ്ഥാൻ സ്റ്റേറ്റിലെത്തി. വലിയൊരു കാറ്റാടി യന്ത്രം കണ്ടോ? അത് കണ്ടോ? ജയ്സൽമേർ എത്തി. 4 കിലോമീറ്റർ കൂടെ. അതെ. പിന്നെ ഇപ്പൊ ആ പ്ലേസിൽ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ കാണാനൊക്കെ സൂപ്പറാണ് കേട്ടോ. ജയ്സൽമേർ സിറ്റി അടുക്കാറായി. കൊട്ടാരം പോലെ പണിഞ്ഞു വെച്ചേക്കുന്ന റോഡിന് എവിടെയല്ലേ. പക്ഷെ നമ്മളിവിടെ വരുമ്പോഴത്തേനും ഗൈഡുമാർ ഒരുപാട് പേര് നമ്മളെ വണ്ടി തടഞ്ഞിട്ട് ഞങ്ങളോട് പറയും റൂമുണ്ട്, സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കാം. എടുത്തില്ല കേട്ടോ. അത് അവരെ ഉപകാരമായിരിക്കും അവരുണ്ടെങ്കിൽ, പക്ഷെ നമ്മളെടുത്തില്ലത്. ഫോർട്ട് ജയ്സൽമേർ ഫോർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് തന്നെ ഫോർട്ട്. കണ്ടോ പണിഞ്ഞേക്കുന്നത്? വണ്ടി വിടാലോ. ഓൻ എവിടെ പോവാ? കണ്ണട വെച്ചേ, കണ്ണട വെച്ചേ, കണ്ണട വെക്ക്. വെച്ചില്ലേ? ഇനി അവിടെ റോഡിൽ പാർക്ക് ചെയ്തപ്പോ അവിടെ ഒരാൾ വന്ന് പറഞ്ഞു ഇവിടെ പാർക്കിംഗ് ആണ്, അകത്തോട്ട് പോകാൻ. ഞാൻ പിന്നെ അങ്ങോട്ട് വന്നു കേട്ടോ. ഇത് കൊറേ ഉണ്ട് കേട്ടോ സ്ഥലം. വെയിലത്ത് ഇപ്പൊ എങ്ങനെ പോകുന്നെന്നുള്ളത്. ഇതുവഴി എൻട്രൻസ്. നമ്മള് വണ്ടി തണ്ട് ഇവിടെ പാർക്ക് ചെയ്തു. ഇതുവഴി ഇങ്ങനെ പോകും. ഇവർക്കൊരു ഓട്ടോറിക്ഷയിലേ നമ്മളെ 200 രൂപ കൊടുത്താൽ ഫുള്ള് കൊണ്ട് കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയാനുണ്ട്. ഇവിടെ ഓട്ടോ ഉണ്ട്. ഓട്ടോയിൽ 100 രൂപ കൊടുത്താൽ മതി. ഗൈഡിന് 150 രൂപ. അങ്ങനെ ഓട്ടോയിൽ കൊണ്ട് നമുക്കെല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഓട്ടോയിൽ പോവാണ്. ഓട്ടോയിൽ ഇവിടെ കൊണ്ട് ഇറക്കി. ഇനി ഗൈഡ് നമ്മളെല്ലാം കാണിച്ചു തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കും. जैसलमेर की रानी का दरोखा इनके जो फोटो कुकरी, ये नेपाल की कुकरी है। हमारी जैसलमेर राजा की शादी होती है नेपाल, ससुराल उनको दिखाने की कुकरी 10 में छत लकड़ी का, सर्दी में गर्म और ये गोल्ड का पत्थर है, 10 केजी का सोने का। ये चांदी की चेन है, सिल्वर के अंदर 4 दीवान होते हैं। हमारी ये बंदूक होती है गन। फर्स्ट के रखे करोड़ सूरज गणेश सवा। ये राजस्थान का पोर्सिल पत्थर है। इनकी गिलास और बोतल बनती है, गिलास और बोतल बनती है। ग्लास इन द बॉडी। शाम को पानी से भरो, सुबह खाली पेट पानी को पियो। ये अपने खून को साफ कर देता है। शरीर में जितनी इंसान की बीपी होती है, शुगर होती है, हार्ट का उतार से दर्द की होती है, सिर की दर्द होती है और जॉइंटों में तकलीफ होती है, ये कब जिंदगी जब नहीं होगी। तो वे लिखी रानी 21 रानी का कपड़ा राधा का
ഇവിടെ എന്നാ ഫുള്ള് കാണാം കേട്ടോ. രാജസ്ഥാൻ സിറ്റി ഫുള്ള്. ഇവിടുത്തെ എല്ലാം വീടുകളൊക്കെ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? പെയിന്റ് ഒന്നും അടിച്ചിട്ടില്ല. സോളാർ, ചില വീടുകൾക്ക് സോളാറാ വെച്ചേക്കുന്നത്. എന്റെ റംസക്കുട്ട ഇവിടെ വന്ന് ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുക. അടിപൊളി. ഇവിടുത്തെ ടിക്കറ്റ് പ്രൈസ് അഡൽറ്റിന് 200ഉം ചിൽഡ്രന് 10 വയസ്സ് വരെ 100 രൂപ. 10 വയസ്സിന് മുകളിലോട്ട് 200 രൂപയാണ്. അപ്പൊ റിച്ചൂണി ഞങ്ങൾക്ക് എല്ലാം കൂടെ ടോട്ടൽ 600 രൂപ ആയിട്ടുണ്ട്. ഗൈഡിന് ഞങ്ങൾ 100 രൂപ കൊടുക്കണം. ഓട്ടോയ്ക്ക് അവിടെ നിന്ന് വന്നതിന് 100. അങ്ങനെ ടോട്ടൽ 800. ടിക്കറ്റും കൂടെ 600 രൂപ. അങ്ങനെ 800 രൂപ ടോട്ടൽ. അടി ब्राह्मण लोग हैं, इसमें राजपूत लोग हैं, इसमें राजा लोग हैं. ये वेज एरिया है, नॉन एरिया है, मिक्स एरिया. पहला क्या था, खेतपुर, सूरजपुर, मौतपुर, गणेशपुर, हवापुर, दशरथपुर. ഇതിന്റെ റൂട്ട് പാപ്പോ रानी के महल में एग्जैक्ट वापस हो. लेकिन ये बात का रास्ता दिख रहा, पर सिर्फ किले का रास्ता. लगे में ठंडा. വസ്ത്രം രാജാവിന്റെ രാജ്ഞിയാണ്. हाँ, ये रानी का कपड़ा और राजा का कपड़ा. मैडम जी, लेडीज के श्रृंगार कितने होते हैं? जैसे अपना 16 श्रृंगार होता है. पहला क्या श्रृंगार होता है? मांग. दूसरा मेहंदी. तीसरा टीका. चौथा मंगल का. हमारी रानी एक कमरे में एक श्रृंगार. रूप ये 16 कमरा है. एक कमरे के अंदर एक श्रृंगार, 16 कमरे के 16. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ട്രെയിനിങ് സെന്റർ. നടക്കാൻ ഒരുപാടുണ്ട് ഇതിൻ്റെ അകത്ത്. നടന്ന് കാണണം. ക്ഷീണിച്ച് വന്നപ്പോൾ ഒരു കരിമീൻ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. കരിമീൻ ജ്യൂസ് കുടിക്കാൻ പോവാണ്. ആ ഓട്ടോയിൽ തന്നെ നമ്മൾ തിരിച്ചു വന്നു. നമ്മൾ കാറ് കിടന്നിട്ട് നമ്മളെ കൊണ്ടുവിട്ടു. എന്തായാലും ഓട്ടോ കിട്ടിയത് കാര്യമില്ലെങ്കിൽ ഒരുപാട് നമുക്ക് നടന്ന് പോകേണ്ടി വരുമായിരുന്നു. അതുപോലെ നമുക്ക് അറിയില്ലായിരുന്നു ഇതുവഴി കയറണം, എങ്ങനെ കയറണം എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ പോവാം. നമ്മളങ്ങനെ പോവാണ് അടുത്ത സ്ഥലത്തോട്ട്. നമ്മൾ ജയ്സലമേറിലെ ഫോർട്ടൊക്കെ കണ്ടിട്ട് അടുത്ത ഗാദിസാർ ലേക്കിലോട്ട് വന്നു. കാർ പാർക്കിംഗ് ഫ്രീ ആട്ടോ. അവിടെ കാർ ഞങ്ങൾ പാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ നടന്നകത്തോട്ട് കയറി. ഗാദിസാർ ലേക്ക്. എന്തുവാ തന്നെ നടക്കുന്ന ഇഷ്ടം? അടിപൊളി ഒരു ലേക്കാണ് കേട്ടോ. ഇവിടെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. ബോട്ടിംഗ് ഒക്കെ ചെയ്യാം നമുക്ക്. നമ്മളങ്ങനെ ലേക്കൊക്കെ കണ്ടു. ഭയങ്കര ദാഹം, വെള്ളമൊക്കെ കുടിക്കാന്ന് വിചാരിച്ച് ഇങ്ങോട്ട് കയറി. പിന്നെ ഇവിടുന്ന് പോവാ. അടുത്ത എവിടാന്ന് അറിയില്ല. വെയിൽ മാത്രമല്ല, നമ്മൾ തനിയെ ചവിട്ടണം. പെഡൽ ബോട്ട്. അപ്പം കാല് വേദന, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ലേക്കും കണ്ടു, ഫോർട്ടും കണ്ടു. കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങള് നേരെ അജ്മീറിലോട്ട് പോവാണ്. 467 കിലോമീറ്റർ ഉണ്ട് ജയ്സലമേറിന്. അത് കഴിഞ്ഞ് ജയ്പൂർ പോകും നമ്മള്. അത് കഴിഞ്ഞ് അജ്മീർ പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ എവിടെ എന്താ കാണുള്ള ദർഗ, അത് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ജയ്പൂർ പോകും. ഹായ്, ഒരു ബൈ പറ. ഹായ് പറ. ഹായ് പറ. ഒരു ബൈ പറ. ഉപ്പേരി ഒരു ഉമ്മ കൊടുത്തേ. കണ്ണാടി നോക്കട്ടെ. കണ്ണാടി നൂത്തേ. കൊള്ളാവും ചോദിച്ചേ. നൂത്ത് വെച്ചേലിയോ?
അങ്ങനെ നമ്മൾ ജയ്സൽമീർ ഫോർട്ടും ലേക്കൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. ഇനി നമ്മൾ നേരെ അജ്മീർ ദർഗ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നാളെ നമ്മൾ അജ്മീർ ദർഗ വിസിറ്റ് ചെയ്യത്തുള്ളൂ. പോകുന്ന വഴി നമ്മൾ റൂം എടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ.